Kaç. Başla. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഡീറിങ്ങും സിദ്രായിട്ടുള്ള കളിയായിരുന്നു. അപ്പോൾ കളിയിൽ സിദ്ര നിർഭാഗ്യവശാൽ സിദ്ര തോൽക്കുകയുണ്ടായി. കളിയെ പറ്റി അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ജലീൽ, കളിയുടെ ക്യാപ്റ്റൻ, രണ്ടു വാക്ക് സംസാരിക്കുന്നത്. പറയാ കളിയെ പറ്റി ഇന്നെന്താണ് സംഭവിച്ചത്? ശരിക്കും രാവിലെ തൊട്ട് നല്ല കാറ്റായിരുന്നു. കാറ്റിന്റെ ഗതിയാണ് കളിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, കാറ്റടിക്കുന്നത്. നല്ലൊരു സ്കോർ പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മള് എന്താ പറയാ, കാലാവസ്ഥ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ അന്ന് ഒരു കളിച്ചു ഒരുപാട് കളിച്ചു. നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയാണ്. നമ്മൾ ബോളിംഗും നന്ന് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ പരാജയപ്പെട്ടു. എന്തായാലും നമ്മൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുക, കളിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് സാധിച്ചു. പിള്ളേരെല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ക്യാപ്റ്റൻ മിസ്റ്റർ രാഹുൽ, നമ്മൾ കളിയിൽ തന്നെ ആദ്യം തന്നെ ടോസ് നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ കളിച്ചിട്ടുണ്ട്. ബാഡ് ലക്ക്, ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് കളി നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഈ ടൂർണമെന്റ് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഇതുപോലത്തെ പുതിയ ടൂർണമെന്റ് വരാനുണ്ട്. അപ്പം നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പോൾ അടുത്ത മാച്ചിൽ നമ്മൾ എന്ത് മാറ്റാണ് നമ്മുടെ ടീമിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? അതായത് എന്ത് മാറ്റാണ് കൊണ്ടുവരേണ്ടത് അടുത്ത കളിയെ ജയിക്കാൻ വേണ്ടിയിട്ട്?
അടുത്ത കളി ജയിക്കാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്റിംഗ് കുറച്ചും കൂടി മെച്ചപ്പെടുത്താണ്ട്, പിന്നെ ഫീൽഡിങ്, പിന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യും. മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ അടുത്ത കളിയിൽ ജയിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത നമ്മുടെ പ്ലെയർ മിസ്റ്റർ അമീൻ. എന്താ ചെയ്യാ, നമ്മള് മാക്സിമം കളിച്ച്, പക്ഷേ ക്ലൈമറ്റ് അത്രയും മോശമായിരുന്നു. ക്ലൈമറ്റിൽ നല്ലപോലെ കാറ്റ് പിടിക്കുന്നു. നമ്മൾ ബാർ ചെയ്യും തോറും കാറ്റ് ഇങ്ങനെ കൊണ്ടുപോകാം, പക്ഷെ കിട്ടുന്നില്ല. കുഴപ്പമില്ല, നമ്മൾ അടുത്ത കളിയിൽ നമ്മൾ എന്തായാലും മാക്സിമം നമ്മൾ ടൂർണമെന്റ് നമ്മൾ അറ്റൻഡ് ചെയ്യും. കാലാവസ്ഥ ഒരു പ്രശ്നമായിട്ടാണ് അതാ കയ്യിൽ നിന്ന് പോയി. മീൻസ് ബാൾ എറിയും തോറും ബാള് പോവുക. പിന്നെ നമ്മളെ ഫീൽഡിങ് ഇത്തിരി മോശം. കുഴപ്പമില്ല, നമ്മളെല്ലാം അടിപൊളി കളിയായിരുന്നു. നെക്സ്റ്റ് കളിയിൽ അടുത്ത ടൂർണമെന്റിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും കപ്പ് വെക്കും. ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചേക്ക് അടിച്ച് നമ്മൾ ജയിക്കും നമ്മൾ. പിന്നെ ഓക്കെ, മിസ്റ്റർ ഷിഫാസ്. നമുക്കിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞിട്ടാകുമ്പോൾ വന്നത്. ഗ്രൂപ്പ് സ്റ്റേജ് നല്ലോണം പെർഫോമൻസ് ചെയ്തൊക്കെ നമുക്ക് കയറി വന്ന ടീമാണ്. അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ കാലാവസ്ഥ ഒരു പ്രശ്നമായി. കാലാവസ്ഥ പ്രശ്നവും പിച്ചിനും ഇങ്ങനെ മഴ 2 ദിവസം നല്ല മഴയായിരുന്നു. അതിൻ്റെ ഒക്കെ ഒരു പിച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫീൽഡിംഗ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചാൽ നല്ല ബോളിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീൽഡിങ് കുഴപ്പമുണ്ടായിരുന്നില്ല. ബാറ്റിംഗ് ഇപ്പോൾ പറഞ്ഞല്ലോ പിച്ചിൻ്റെ ഒരു പ്രശ്നമാണ്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. എന്നാലും ഇനി വരുന്ന ജനുവരിയിൽ വരുന്ന ഒരു ലീഗ് ഉണ്ട്, അതിലങ്ങനെ ചേർന്ന് അത് കപ്പടിക്കാനുള്ള പ്ലാനാണ്. ഇതേ ഡീറിങ്ങിന് ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഗ്രൂപ്പിൽ ഇൻഷാല്ലാ പാകപ്പ് ഞങ്ങൾ എന്തായാലും പൊക്കിയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ മിസ്റ്റർ സുഹൈൽ. നമ്മൾ ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും നല്ല ടീമായിട്ടാണ് കളി തൊട്ടത്. ഇവരുമായിട്ട് തന്നെ ക്വാളിഫയർ മാച്ച് കളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ ഏറ്റവും പേടി ഈ ടീമായിരുന്നു. അത് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഗ്രൗണ്ടിലെ ഡിസിഷൻ മേക്കിംഗ് ആണ് കളി കൊളവാക്കിയത്. ആ മൊത്തത്തിൽ നമ്മുടെ ടീം നല്ല ബോളിംഗ് ടീമായിരുന്നു, പക്ഷേ അതിന് ഡിഫെൻഡ് ചെയ്യാനുള്ള സ്കോറില്ലായിരുന്നു. അതാണ് കളി നോക്കാൻ കാരണം. പിന്നെ കാലാവസ്ഥ, കാറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥ എല്ലാവരും പറയുന്നുണ്ട്. നമ്മുടെ ടീമിന്റെ കാലാവസ്ഥ എതിരാണ്, കാറ്റാണ്. 2 ടീമിന് ബാധകമാണ് ഈ കാറ്റും കാലാവസ്ഥയൊക്കെ. അവർ നമ്മൾ ചെറിയ സ്കോറിന് ഒതുക്കിയപ്പോൾ നമ്മളത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് റിസ്ക് ആയിരുന്നു. നമ്മുടെ ബോളേഴ്സ് നല്ല രീതിയിൽ എറിഞ്ഞു, പക്ഷെ കുറേ മിസ്ഫീൽഡ് വന്നു, ക്യാച്ച് വന്നു. കുഴപ്പമില്ല, ഇന്നൊരു ഓരോ കളി ഓരോ പാടമല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.